السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. أذكي ക്ലാസ് 66. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഖുർആൻ പാരായണം ചെയ്യുന്നവൻ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അവറുകൾ നമ്മെ ഉണർത്തിയത്. ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയും ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളും സൂക്ഷിക്കേണ്ട മറ്റു കാര്യങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. والحلم ثم الصبر ثم تنزه عما دنا من مكسم متجملا. ആ ബൈത്ത് നമ്മൾ അർത്ഥം വെച്ചു. അഥവാ സഹനവും ക്ഷമയും മോശമായ താഴ്ന്ന ജോലിയിൽ നിന്നൊക്കെ അവൻ ഒഴിവാവണം, ഖൈറായ നല്ല ജോലികൾ അവൻ ചെയ്യുകയും വേണം എന്ന് പറഞ്ഞു. ഇനി അവൻ പാലിക്കേണ്ട മറ്റു മര്യാദയാണ് എപ്പോഴും അവൻ ശാന്തനായിരിക്കണം. തുമഅനീനത്ത്, ശാന്തത എന്നത് ഖുർആൻ പാരായണം ചെയ്യുന്ന, അത് മനഃപ്പാഠമാക്കുന്ന ഹാഫിളിനിക്ക് ഉണ്ടായിരിക്കേണ്ട, ഖാരിഇനിക്ക് ഉണ്ടായിരിക്കേണ്ട അദബാണ്. വൽ വറഇ, വളരെ സൂക്ഷ്മതയുള്ള ആളാവുകയും വേണം. വറഅ്, സൂക്ഷ്മതയുള്ള ആളാവണം, ഇഹ്തിയാത്തുള്ള ആളാവണം. വഖുശൂഇഹി, അദ്ദേഹം ഭയഭക്തിയുള്ള ആളാവണം. വത്തവാളുഇ ലില്ലാഹി തആല വലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിൽ ഉലമാഇൽ ആമിലീനൽ ആരിഫീന, അല്ലാഹുവിനിക്കും അവന്റെ പ്രവാചകനിക്കും തവാളുഅ് ചെയ്യുന്ന, സാലിഹീങ്ങളായ ആലിമീങ്ങൾക്ക് തവാളുഅ് ചെയ്യുന്ന, താഴ്മത കാണിക്കുന്ന ആളും ആയിരിക്കണം ഹാഫിളീങ്ങള്, ഖാരിഈങ്ങള്. ഹാല കൗനിഹി മുതകമ്മിലൻ ബിഹാദിഹിൽ അഷ്യാ, ഇതിലെല്ലാം അവൻ പൂർണ്ണ രൂപത്തിൽ തന്നെയായിരിക്കണം. ഇവകളെയെല്ലാം ഈ പറയപ്പെട്ട മേൽ സ്വഭാവങ്ങളെ മുക്മിലായ പൂർണ്ണമായ രൂപത്തിൽ അനുധാവനം ചെയ്യുന്ന ആളാവണം, പ്രാവർത്തികമാക്കുന്ന ആളാവണം. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി വലിഖസ്സി ശാരിബിഹി, ഒരു മനുഷ്യന്റെ ഭംഗിക്ക് ആവശ്യമായ അദബിൽപ്പെട്ട ഒന്നാണ് മീശ വെട്ടുക എന്നത്. ഇതും ഖുർആൻ പാരായണം ചെയ്യുന്നവനും ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളും സൂക്ഷിക്കേണ്ട മറ്റൊരു അദബാണ്. അവന്റെ താടി നല്ല രൂപത്തിൽ വാരുക, നല്ല മഞ്ചാക്കി നല്ല രൂപത്തിൽ വാർന്നെടുക്കുക. ഇതും മറ്റൊരു അദബാണ്. അവൻ നഖം നീക്കലിനെയും അദബായി, മര്യാദയായി സ്വീകരിക്കണം, അതിനെയും അവൻ പ്രവർത്തിക്കണം. കക്ഷരോമങ്ങളും അതുപോലെ മറ്റു ശരീരത്തിലുള്ള നീക്കം ചെയ്യേണ്ടതായ രോമങ്ങളൊക്കെയും ഇവൻ നീക്കം ചെയ്യണം. അഥവാ എന്നും നീക്കം ചെയ്യണമെന്നല്ല, ഇതൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ അവൻ ഖുർആനിനോടുള്ള അദബ് മാനിച്ചുകൊണ്ട് ഇവകളൊക്കെ നീക്കം ചെയ്തുകൊണ്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടതും ഖുർആൻ പാരായണം ചെയ്യേണ്ടതും മനഃപ്പാഠമാക്കേണ്ടതുമെന്നാണ്. يعني وملازمته أيضا لقص شاربه إذا احتاج إليه.
بأن طال ولتسريح اللحى ولإزالة الأظفار وشعر اللبت فافعلا هذه الأشياء موافقة للسنة. ഇതൊക്കെ ചെയ്യുമ്പോൾ എപ്രകാരമാണോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചത്, മീശ വെട്ടുമ്പോൾ എങ്ങനെ വെട്ടണം, നഖം വെട്ടുമ്പോൾ ആദ്യ വിരല് എങ്ങനെ വെട്ടണം, എവിടുന്ന് തുടങ്ങണം, വെട്ടൽ കഴിഞ്ഞാൽ ചെയ്യേണ്ട കടമയെന്ത്, ഇങ്ങനെ അവിടെയും സുന്നത്തുകൾ പാലിച്ചുകൊണ്ടാണ് ഇവകളൊക്കെ ചെയ്യേണ്ടത്. മറ്റൊന്ന് ഇസാലത്തി ദീഹിൽ കരീഹത്തി, വെറുക്കുന്ന രൂപത്തിലുള്ള നാറ്റമുളവാക്കുന്ന വാസനകളെ ഇവന്റെ ദേഹത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, വസ്ത്രത്തിൽ നിന്ന് അവൻ നീക്കം ചെയ്യണം. റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യം പരിഗണിച്ചുകൊണ്ട് ഇതൊക്കെ അവൻ ഒഴിവാക്കണം. വഇസാലത്തി ദീഹിൽ കരീഹത്തി വൽ വസ്ഖി, ചളിയും ചേറും, വമുലാബിസിൻ മക്റൂഹത്തിൻ, വെറുക്കപ്പെടുന്ന വസ്ത്രധാരണയും അവൻ ഉപേക്ഷിക്കണം. മാഷാ അല്ലാഹ്. ഇതൊക്കെ പാലിക്കുമ്പോൾ യഥാർത്ഥ കാര്യവും യഥാർത്ഥ ഹാഫിളുമാവാൻ സാധിക്കും. അതുകൊണ്ടാണ്, കാരണം അദബ് പാലിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫള് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് അവൻ നല്ല ഖിറാഅത്തിനുള്ള, നല്ല ഹിഫ്ളിനുള്ള ഖുവ്വത്ത് അവൻ നൽകും. അതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും അവൻ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കണം. ഫതക്കുമുല, അങ്ങനെ അവൻ ചെയ്യുകയാണെങ്കിൽ, നീ പൂർണ്ണതയെത്തിയ പൂർണ്ണനായ വ്യക്തിയാകുത്തീരും. അഥവാ ഇത് മുഖേനക്ക് കമാലിയത്ത് കരസ്ഥമാക്കാൻ സാധിക്കും. കണ്ടോ? ഇനി മഹാൻ പറയുകയാണ്, വഖദ ഇജ്തിനാബൻ ലില്ലാഹിക് ലാസിമൻ, തീർച്ചയായും ഖുർആൻ പാരായണം ചെയ്യുന്നവൻ പാലിക്കേണ്ട മറ്റൊരു അദബാണ്, ഒരു സൽസ്വഭാവമാണ് ചിരി ചുരുക്കുക എന്നത്, ചിരിയെ ഉപേക്ഷിക്കുക. ലാസിമെന്നായ പറഞ്ഞത്, നീ ആ ചിരി ഉപേക്ഷിക്കലിനെ നിർബന്ധമാക്കിക്കോ. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി വിറ്റ് പറയുക, ഡയലോഗ് അടിക്കുക, ഇതിനെയും ഉപേക്ഷിക്കണം. സയ്യിലൻ, നീ തന്നെ ഹലാലായ തമാശയെയും തെറ്റായ തമാശയെയും വേർതിരിക്കുന്നവനായ ഹാലിൽ. അഥവാ തമാശ പറയാം, ചിന്തോദ്ദീപമായ ചിന്താർഹമായ തമാശകൾ ഉപയോഗിക്കാം, അല്ലാതെ മറ്റുള്ളവർ ചിരിപ്പിക്കണമെന്ന ലക്ഷ്യത്തിൽ മാത്രം ഹാസ്യമായ സംസാരങ്ങൾ അത് ഉപേക്ഷിക്കാനാണ്. അല്ലാതെ തമാശയിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും തന്റെ സ്വഹാബാക്കളെ, തന്നോട് സംശയങ്ങൾ ചോദിക്കുന്നവരെ നബി തങ്ങൾ തമാശ രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലതും ചീത്തതുമായ തമാശകളെ നീ വേർതിരിക്കണം, ആ രൂപത്തിലായിരിക്കണം തമാശ. ഐ മയ്യിസൻ ബൈനഹു വ ബൈനൽ മിസാഹിൽ ജായിസി, തെറ്റായ തമാശയുടെ ഇടയിലും അനുവദനീയമായ തമാശയുടെ ഇടയിലും വേർതിരിക്കുന്നവനായ ഹാലിൽ നീ തമാശയെ ഒഴിവാക്കിക്കോ എന്നതാണ്. പരിധി വിട്ടുകൊണ്ടുള്ള തമാശയല്ല. വലാ കസറത്തുൻ, അതിൽ കസറത്തും ഇല്ല. പിന്നെയോ وأمرك الناظم بذلك لأجل أن تكون على بصيرة فيما تفعله من المزاح. ഇങ്ങനൊരു ഉപദേശം മഹാനവർകൾ തരാനുണ്ടായ കാരണം എന്താണ്? നീ ബസീറത്തുള്ളവനാകണം, അകങ്കാഴ്ചയുള്ളവനാകണം, ഉൾക്കാഴ്ചയുള്ളവനാകണം എന്ന ഒരു കൽപ്പനയാണ് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങള് ഇത് മുഖേന പറഞ്ഞിട്ടുള്ളത്. കാരണം തമാശയിൽ വെറും ചിരിപ്പിക്കൽ മാത്രമല്ല വരുന്നത്, അത് മുഖേന വേറെയും ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് എന്ന് മഹാന്മാരായ മറ്റു പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ലം അറ ഖൗമൻ തമാസഹു സലിമു. നീ വിറ്റടിക്കുന്ന, തമാശ പറയുന്ന, ഹാസ്യ സംസാരങ്ങൾ നടത്തുന്നവനെ നീ ഉപേക്ഷിക്കണം. അവൻ തമാശകൾ നീ ഒഴിവാക്കണം. കാരണം എന്താണ്? ഈ രൂപത്തിൽ മറ്റുള്ളവർ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന അത്തരം ആളുകൾ ഒരിക്കലും രക്ഷപ്പെട്ടതായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല അങ്ങനത്തെ ആളുകൾ രക്ഷപ്പെട്ടതായിട്ട് എന്ന്. അപ്രകാരം തന്നെ നാവ് കൊണ്ടുള്ള മുറിവ്, അത് വല്ലാത്തൊരു മുറിവാണ്. അത് പെട്ടെന്ന് സുഖപ്പെടുത്താൻ സാധ്യമല്ല. ഫറുബ്ബ ഖൗലിൻ യസീലു മിൻഹു ദമുൻ. തീർച്ചയായും എത്രയെത്ര വാക്കുകളാണ് ആ വാക്കുമുഖേന മറ്റുള്ളവന്റെ രക്തം ചിന്താറുണ്ട്, കൊലവിളി നടത്താറുണ്ട്, രക്തപ്പുഴ ഒഴുകാറുണ്ട്. അതുകൊണ്ട് തമാശ ഒഴിവാക്കണം. ഈ സൂചനയും മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ നമ്മോട് നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ട വിഷയങ്ങളൊക്കെ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്തി വിജയം നേടാൻ അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.